ഹായ് ഹലോ. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമുക്കൊരു സ്ക്വയർ മെട്രിക്സ് എ എൻ ബൈ എൻ തന്നു കഴിഞ്ഞാൽ ഇതിന്റെ എയ്ഗൺ വാല്യൂസ് ആൻഡ് എയ്ഗൺ വെക്ടേഴ്സ് എന്താണെന്നാണ് ആൻഡ് ഹൗ ടു ഫൈൻഡ് എയ്ഗൺ വാല്യൂസ് ആൻഡ് എയ്ഗൺ വെക്ടേഴ്സ് ഓഫ് എ ഗിവൺ മെട്രിക്സ്. സോ നമുക്കൊരു സ്ക്വയർ മെട്രിക്സ് എൻ ബൈ എൻ ഓർഡർ ഉള്ള ഒരു സ്ക്വയർ മെട്രിക്സ് തന്നിട്ടുണ്ട്. ആൻഡ് എയ്ഗൺ വാല്യൂ ഓഫ് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റിയൽ നമ്പർ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ലാംഡ എന്നാണ്. ഇതൊരു റിയൽ നമ്പർ ആണ്, ബിലോങ്സ് ടു ആർ. സോ റിയൽ നമ്പർ ലാംഡ eigen വാല്യൂ ഓഫ് എ എന്ന് പറയണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു വെക്ടർ എക്സ് ഉണ്ടാവും. ഇത് നോൺ സീറോ വെക്ടർ ആയിരിക്കും, നോട്ട് കംപ്ലീറ്റ്ലി ഈക്വൽ ടു സീറോ. സോ നോൺ സീറോ വെക്ടർ ആയിരിക്കും. ആൻഡ് നമുക്കിതിനെ എ ഇൻറ്റു എക്സ് ഇസ് ഈക്വൽ ടു ലാംഡ ഇൻറ്റു എക്സ് എന്ന് എഴുതാൻ പറ്റും. ദാറ്റ് മീൻസ് എ നമ്മുടെ ഗിവൺ മെട്രിക്സ്, എക്സ് ഒരു നോൺ സീറോ വെക്ടർ ഉണ്ടാവും, എ എക്സ് ഇസ് ഈക്വൽ ടു ലാംഡ ഇൻറ്റു എക്സ് എന്ന് എഴുതാൻ പറ്റണം. Then we can say that lambda is eigen value of A. ഇങ്ങനെ എഴുതാൻ പറ്റുവാണെങ്കിൽ ലാംഡ എ എന്ന് പറയുന്ന മെട്രിക്സിന്റെ eigen വാല്യൂ ആൻഡ് എക്സ് എന്ന് പറയുന്നത് നമ്മളിവിടെ യൂസ് ചെയ്ത നോൺ സീറോ വെക്ടർ എക്സിന് കറസ്പോണ്ടിങ് eigen വെക്ടർ എന്നും പറയും. സോ നമുക്കൊരു മെട്രിക്സ് എ എക്സ് ഇസ് ഈക്വൽ ടു ലാംഡ എക്സ് എന്ന് എഴുതാൻ പറ്റുന്ന എല്ലാ എക്സിനെയും ഈ ലാംഡയുടെ eigen വെക്ടർ, ലാംഡക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള eigen വെക്ടർ എന്ന് പറയും. ലാംഡ അതിന്റെ eigen വാല്യൂ ആണ്. സോ ഇതാണ് ഒരു മെട്രിക്സിന്റെ eigen വാല്യൂ ആൻഡ് eigen വെക്ടർ എന്ന് പറയുന്നത്. നമുക്ക് ഈ ലാംഡ എക്സിനെ ഈ സൈഡിലേക്ക് എടുത്തു കഴിഞ്ഞാൽ എ എക്സ് മൈനസ് ലാംഡ എക്സ് ഇസ് ഈക്വൽ ടു 0 എന്ന് എഴുതാം. സോ എക്സ് കോമൺ ആയിട്ട് എടുക്കുവാണ്, ഇത് മെട്രിക്സ് ഫോമിലാണ് ഉണ്ടാവുക. ഈ എക്സ് വെക്ടർ എന്ന് പറയുന്നത് കോളം വെക്ടർ ആണ്. സോ മെട്രിക്സ് കോളം മെട്രിക്സ് ആയിട്ടാണ് ഉണ്ടാവുക. സോ എ മൈനസ് ലാംഡ, ഈ മെട്രിക്സ് എക്സിനെ നമ്മൾ കോമൺ ആയിട്ട് എടുക്കുവാണെങ്കിൽ സോ നമുക്ക് ഈ സൈഡിൽ എടുക്കാൻ പറ്റും. സോ ലാംഡ എക്സ് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഐഡന്റിറ്റി മെട്രിക്സ് ഉണ്ടാവും. ലാംഡ ഇസ് എ സ്കേലാർ, ലാംഡ ഒരു റിയൽ നമ്പർ ആണ്. ലാംഡ ഇൻറ്റു ഐഡന്റിറ്റി മെട്രിക്സ് എടുത്താലാണ് ഇത് മെട്രിക്സ് കിട്ടുന്നത്. എ ഒരു മെട്രിക്സ് ആണ്, ഒരു മെട്രിക്സിന് ലാംഡ ഐ എന്ന് പറയുന്ന മെട്രിക്സ് മൈനസ് ചെയ്യുന്നു ഇൻറ്റു ഒരു വെക്ടർ എക്സ്, എഗെയിൻ ഒരു കോളം വെക്ടർ ആണ്. നമുക്ക് കിട്ടുന്നത് സീറോ മെട്രിക്സ് ആണ്. ഇത് സീറോ മെട്രിക്സ് ആണ്, കോളം മെട്രിക്സ്. സോ എ മൈനസ് ലാംഡ ഐ എക്സ് ഇസ് ഈക്വൽ ടു 0. ഇങ്ങനെ നമുക്ക് ചെയ്യാം. സോ അങ്ങനെയാണെങ്കിൽ ലാംഡ എന്ന് പറയുന്നത് eigen വാല്യൂ, എക്സ് eigen വെക്ടറും ആണ്. സോ നമുക്ക് ഇതിന്റെ ഡിറ്റർമിനന്റ് ഓഫ് എ മൈനസ് ലാംഡ ഐ, ഡിറ്റർമിനന്റ് ഈക്വൽ ടു 0 ആണെങ്കിൽ ലാംഡ എന്ന് പറയുന്നത് മെട്രിക്സിന്റെ eigen വാല്യൂ ആയിരിക്കും. സോ ലാംഡ ഇസ് eigen വാല്യൂ ഓഫ് എ എന്ന് പറയാം. ഡിറ്റർമിനന്റ് ഓഫ് എ മൈനസ് ലാംഡ ഐ ഈക്വൽ ടു 0 ആണെങ്കിൽ നമ്മൾ ഈ ഡിറ്റർമിനന്റ് ഓഫ് എ മൈനസ് ലാംഡ ഐ എന്ന് പറയുന്നത് നമ്മുടെ ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ ആണ്. സോ ഈ മെട്രിക്സിന്റെ ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ ആണ് എ മൈനസ് ലാംഡ ഐന്റെ ഡിറ്റർമിനന്റ് എന്ന് പറയുന്നത്. സോ ഗിവൺ മെട്രിക്സ് എ മൈനസ് ലാംഡ ഇൻറ്റു ഐ എന്ന് പറയുന്ന മെട്രിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ആ മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് എടുത്താൽ നമുക്ക് കിട്ടുന്നത് ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ ആയിരിക്കും. ഇത് ലാംഡയിലുള്ള ഇക്വേഷൻ ആയിട്ടാണ് നമുക്ക് കിട്ടുന്നത്, അല്ലെങ്കിൽ ലാംഡയിലുള്ള പോളിനോമിയൽ ആയിട്ടാണ് നമുക്ക് കിട്ടുന്നത്. ഈക്വൽ ടു 0 കൊടുത്ത ഇക്വേഷൻ ആയി സോൾവ് ചെയ്യുമ്പോൾ ലാംഡ എന്ന് പറയുന്ന വാല്യൂ കിട്ടും. സോ ആ പോളിനോമിയലിന്റെ ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയലിന്റെ റൂട്ട് ആണ് ഈ ലാംഡ എന്ന് പറയുന്നത്. സോ ലാംഡ നമ്മുടെ eigen വാല്യൂ ഓഫ് എ ആണ്. ഫോർ എക്സാമ്പിൾ നമുക്ക് ഇവിടെ ഒരു മെട്രിക്സ് എ ഇസ് ഈക്വൽ ടു 1 4 3 2 തന്നിട്ടുണ്ട്. നൗ ഫൈൻഡിങ് an eigen വാല്യൂ and corresponding eigenvectors of A. അല്ലെങ്കിൽ eigen values. So ഇത് 2 by 2 മെട്രിക്സ് ആണ്, 2 by 2 ആണ് ഓർഡർ. സോ നമുക്ക് രണ്ട് eigen values പോസിബിൾ ആണ്. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് എ മൈനസ് ലാംഡ ഐ എന്ന് പറയുന്ന മെട്രിക്സ് എഴുതി നോക്കാം. സോ എ എന്ന് പറയുന്നത് ഈ ഗിവൺ മെട്രിക്സ് ആണ്, 1 4 3 2 മൈനസ് ലാംഡ ഐ എന്ന് പറഞ്ഞാൽ ലാംഡ ഇൻറ്റു ഐഡന്റിറ്റി മെട്രിക്സ് 2 by 2 ആണ് എയുടെ ഓർഡർ. സോ ഐ എന്ന് പറയുന്നത് 2 by 2 ഓർഡറിലായിരിക്കും. ദാറ്റ് മീൻസ് 1 0 0 1 ഐഡന്റിറ്റി മെട്രിക്സ്. ഇത് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് 1 4 3 2 ആൻഡ് ദിസ് ഇസ് മൾട്ടിപ്ലൈ ചെയ്ത ലാംഡ 0 0 ലാംഡ. ഇനി നമ്മൾ കറസ്പോണ്ടിങ് ടേംസ് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 1 മൈനസ് ലാംഡ 4 ആൻഡ് 3 2 മൈനസ് ലാംഡ എന്ന് കിട്ടും.
ഇതാണ് എ മൈനസ് ലാംഡ എന്ന് പറയുന്ന മെട്രിക്സ്. ഇനി നമുക്ക് ഇതിന്റെ ഡിറ്റർമിനന്റ് കണ്ടു കഴിഞ്ഞാൽ ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ കിട്ടും. സോ ഡിറ്റർമിനന്റ് ഓഫ് എ മൈനസ് ലാംഡ എന്ന് പറയുന്നത് ഇത് 2/2 മെട്രിക്സ് ആണ്. ഡിറ്റർമിനന്റ് കാണാം 1 മൈനസ് ലാംഡ ഇൻറ്റു 2 മൈനസ് ലാംഡ മൈനസ് 4 ഇൻറ്റു 3 ഇൻറ്റു 4 12 ആണ്. 12. സോ ഡിറ്റർമിനന്റ് നമ്മളിത് മൾട്ടിപ്ലൈ ചെയ്താൽ 2 minus 2 lambda minus lambda plus lambda square minus 12 എന്ന് കിട്ടും. Now, determinant a minus lambda I equal to 0 കൊടുത്തു കഴിഞ്ഞാൽ അതായത് നമുക്ക് കിട്ടിയ ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ ആണ് ഇത്. ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ലാംഡ സ്ക്വയർ മൈനസ് ലാംഡ minus 2 lambda means minus 3 lambda minus 12 plus 2 is minus 10. So lambda square minus 3 lambda minus 10 എന്ന് കിട്ടും. So ഇത് equal to 0 കൊടുത്തു കഴിഞ്ഞാൽ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ ആയി lambda square minus 3 lambda minus 10. ഇത് നമ്മളുടെ ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ ആണ്. ഈക്വൽ ടു 0 കൊടുത്ത ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ ആയി. സോ നമുക്ക് പോളിനോമിയലിന് n റൂട്ട്സ് കിട്ടും. ഇത് 2/2 ആണ്. മീൻസ് സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ ആണ്. നമുക്ക് 2 റൂട്ട്സ് കിട്ടും. സോ റൂട്ട്സ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്കിത് ലാംഡ വാല്യൂസ് നമുക്ക് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ്. -3 and -10 കിട്ടുന്നുണ്ട്. ഇത് ലാംഡ -5 ഇൻറ്റു ലാംഡ പ്ലസ് 2 ആണ് equal to 0, or we can find the root of quadratic equation using lambda is equal to +3 plus or minus root b square -3 whole square minus 4 into 1 into c minus 10 divided by 2 into 1. That means 3 plus or minus root of 9 minus -4 minus 10 is plus 40 divided by 2. That is 3 plus or minus 40 plus 9, 49 root is 7 divided by 2. So we have 2 roots, 3 plus 7 by 2. That means 10 by 2, 5. And 3 minus 7 by 2, that is minus 4 by 2, minus 2. So 5 and minus 2. Here also we get lambda is equal to 5 and lambda is equal to -2, equating 0. So lambda is equal to 5 and -2 are eigenvalues. So these are eigenvalues of A. So lambda 1 is 5 and lambda 2 is -2. Now corresponding eigenvectors കാണാം. 5 corresponding eigenvector and -2 corresponding eigenvectors കണ്ടുപിടിക്കുന്നു. First നമുക്ക് lambda 1 is equal to 5 corresponding eigenvectors കാണാം. So eigenvector corresponding to lambda is equal to 5. So lambda equal to 5 corresponding eigenvector കണ്ടുപിടിക്കണം. So eigenvector കാണാനുള്ള equation a minus lambda I into x is equal to 0 എന്നാണ്. So x ആണ് നമ്മുടെ eigenvector. ഇതാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. ലാംഡ നമ്മൾ 5 ആണ്. 5 corresponding ആണ് ചെയ്യുന്നത്. So 5 ഇട്ട് കൊടുക്കുക. So a minus 5y into x is equal to 0. So ഈ x എന്താണെന്നാണ് കണ്ടത്. x ഒരു കോളം വെക്ടർ ആണ്. So a minus 5y എന്ന് പറയുമ്പോൾ നമുക്ക് a തന്നിട്ടുണ്ട് 1, 4, 3, 2 minus 5 into minus 5 into identity matrix. That means 5, 0, 0, 5. So this is a minus 5y into x means this is 2/2 matrix. Eigenvector 2 വേരിയബിൾ ആണ് വേണ്ടത്. അതായത് R2 ലായിരിക്കും ഉണ്ടാവുക. അതപ്പോൾ നമ്മൾ x1 എന്നും x2 എന്നും കൊടുക്കാം. ഈക്വൽ ടു 0യും അതേപോലെ തന്നെ 0, 0 എന്നാണ്.
സോ ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ 1 മൈനസ് 5 മൈനസ് 4 4 മൈനസ് 0 4 3 മൈനസ് 0 3 2 മൈനസ് 5 മൈനസ് 3 ഇൻറ്റു x1 x2. സോ ഈ x1 എന്താ x2 എന്താണെന്നാണ് നമ്മൾ കാണുന്നത്. സോ ഇപ്പൊ നമുക്കൊരു ഇക്വേഷൻ സിസ്റ്റം കിട്ടിയിട്ടുണ്ടാവും. ഇത് സോൾവ് ചെയ്താൽ മൈനസ് 4x1 പ്ലസ് 4x2 is equal to 0. Multiply ചെയ്താൽ minus 4x1 plus 4x2 matrix multiplication equal to first element 0. Next 3x1 minus 3x2. 3x1 minus 3x2 equal to 0. ഇത് നമ്മൾ സിംപ്ലിഫൈ ചെയ്താൽ 4 കോമൺ ആണ്. കോമൺ ആയിട്ടുള്ള ടേം പുറത്തെടുക്കുക. ഇപ്പുറത്ത് 0 ആണ്. 0/4 ക്യാൻസൽ ആവും. ബാക്കി നമുക്ക് അവിടെ മൈനസ് x1 പ്ലസ് x2 ഈക്വൽ ടു 0 എന്ന് വരും. 4 കോമൺ ആയിട്ട് എടുത്തിട്ട് റിമൂവ് ചെയ്താണ്. മൈനസ് x1 പ്ലസ് x2 ഈക്വൽ ടു 0 വരും. അത് തന്നെയാണ് നമുക്ക് ഇവിടെയും കിട്ടുന്നത്. 3 കോമൺ ആയിട്ട് എടുത്താൽ x1 ഈക്വൽ ടു x2 എന്നാണ് വരുന്നത്. ഇവിടെയും നമുക്ക് അങ്ങനെ തന്നെയാണ് കിട്ടുന്നത്. x2 is equal to മൈനസ് x1 ഈ സൈഡിലേക്ക് പോയ x1. സോ x1 is equal to x2 എന്നാണ് രണ്ട് ഇക്വേഷൻ നമുക്ക് കിട്ടുന്നത്. x1 is equal to x2. x1 equal to x2 means any value നമുക്ക് ചൂസ് ചെയ്യാം. So choose x1 is equal to 1. 0 ചൂസ് ചെയ്യാൻ പറ്റില്ല കാരണം നമ്മൾ നോൺ സീറോ വെക്ടർ ആണ് ഏഗൻ വെക്ടർ. So choose x1 is equal to 1. x1 1 ആണെങ്കിൽ x2 again 1 ആണ്. 0 ചൂസ് ചെയ്താൽ രണ്ടും 0 0 0 വെക്ടർ ആയിപ്പോകും. So x1 is equal to 1 ചൂസ് ചെയ്തു. Then x2 also 1. നമ്മുടെ ഏഗൻ വെക്ടർ ക്യാപിറ്റൽ എക്സ് എന്ന് പറയുന്നത് 1 1 എന്ന് വെക്ടർ കിട്ടും. സോ ഇതാണ് ഏഗൻ വെക്ടർ കറസ്പോണ്ടിങ് ടു ലാംഡ ഇസ് ഈക്വൽ ടു 5. Now lambda is equal to minus 2 ന് കറസ്പോണ്ടിങ് ഏഗൻ വെക്ടർ ആണ്. Now I need to find eigen vector corresponding to lambda equal to minus 2. നേരത്തെ യൂസ് ചെയ്ത പോലെ തന്നെ a minus lambda I into x equal to 0 എന്നാണ് eigen vector കാണാനുള്ള ഇക്വേഷൻ. So a minus lambda means minus 2 ആണ്. So minus 2i x is equal to 0. So the a plus 2y എന്നാവും into x is equal to 0. Now നമുക്ക് 1 4 3 2 plus 2i means 2 0 0 2 into x common ആയിട്ട് x multiply ചെയ്യാം 0 0 x means നമുക്ക് x1 x2 എന്ന് എഴുതാം eigen vector. So ഇത് നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 1 plus 2 3 4 3 4 ഇങ്ങനെ ഒരു മെട്രിക്സ് കിട്ടും. x1 x2 equal to 0 0. Now this is 3x1 plus 4x2 equal to 0. Second equation again അത് തന്നെയാണ് 3x1 plus 4x2 equal to 0 എന്ന് കിട്ടും. So ഇത് നമ്മൾ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ 3x1 is equal to minus 4x2 എന്ന് കിട്ടും. So x1 എന്ന് പറയുന്നത് നമുക്കിവിടെ വാല്യൂസ് ചൂസ് ചെയ്യാം. ചൂസ് x1 എന്ന് പറയുന്നത് നമുക്ക് ഇവിടുന്ന് ഡയറക്റ്റ് x1 is equal to minus 4 by 3 x2 എന്ന് എടുക്കാം. So x1 is equal to minus 4 by 3 x2. So if we put x2 is equal to 3, then we get x1 is equal to minus 4. So choose x2 is equal to 3. x2 നമ്മൾ 3 കൊടുക്കുകയാണെങ്കിൽ ഈ 3 ക്യാൻസൽ ചെയ്താൽ x1 ഒരു ഇന്റീജർ വാല്യൂ കിട്ടും. സോ x2 3 ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് രണ്ടും ഇന്റീജർ വാല്യൂ കിട്ടും. സോ മൈനസ് 4 കിട്ടും. അല്ലെങ്കിൽ നമുക്ക് x2 1 ചൂസ് ചെയ്യാം. സോ x1 മൈനസ് 4 by 3 ആവും. എങ്ങനെ വേണമെങ്കിലും ചൂസ് ചെയ്യാം. eigen വെക്ടർ ആണ്. സോ x1 ഞാനിവിടെ x2 3 ചൂസ് ചെയ്തു. സോ 3 ക്യാൻസൽ ചെയ്താൽ x1 മൈനസ് 4 കിട്ടും. സോ എന്റെ eigen വെക്ടർ എന്ന് പറയുന്നത് സോ അങ്ങനെയാണെങ്കിൽ eigen വെക്ടർ എന്ന് പറയുന്നത് x is equal to x1 minus 4 3 ഏതായിരിക്കും? ഇനി നമ്മൾ x2 1 ആണ് ചൂസ് ചെയ്തതെങ്കിൽ 1 minus 4 by 3 ഇങ്ങനെയായിരിക്കും eigen വെക്ടർ കിട്ടുന്നുണ്ടാവുക. ഇനിയിപ്പോ ഇത് ചൂസ് ചെയ്തുകൊണ്ട് ഇതാണ്.
സോ ഇനിയുള്ള ഐഗൺ വെക്ടേഴ്സ് ഒക്കെ ഇതിന്റെ മൾട്ടിപ്പിൾ ആയിട്ടാണ് വരുന്നത്. സോ നമുക്ക് ഇങ്ങനെ കിട്ടും -4 ആൻഡ് 3. ഏത് ഐഗൺ വെക്ടർ ചൂസ് ചെയ്താലും ഇതിന്റെ മൾട്ടിപ്പിൾ ആണ് നമുക്ക് കിട്ടുക. സോ ഐഗൺ വെക്ടർ കറസ്പോണ്ടിങ് ടു ലാംഡ ഇസ് ഈക്വൽ ടു -2 എന്ന് പറയുന്നത് -4, 3 ആണ്. അങ്ങനെയാണ് eigen values and eigen vectors of a given matrix കാണുന്നത്. ഇപ്പൊ ഇവിടെ 2x2 മെട്രിക്സ് ആണ് കണ്ടുപിടിച്ചത്. ഇനി ഇതുപോലെ നമുക്ക് 3x3 മെട്രിക്സിന്റെയും eigen valuesഉം corresponding eigen vectorsഉം കണ്ടുപിടിക്കാൻ പറ്റും. So let's find eigen values and eigen vectors corresponding eigen vectors of this matrix. ഇത് 3x3 മെട്രിക്സ് ആണ് തന്നിട്ടുള്ളത്. So eigen values കാണാനായിട്ട് നമുക്ക് a minus lambda I എന്ന് പറയുന്ന മെട്രിക്സ് ആണ്. സോ എ മൈനസ് ലാംഡ ഐ എന്ന് പറയുന്ന മെട്രിക്സ് ഇതിന്റെ ഡിറ്റർമിനന്റിന് 0 കൊടുക്കുമ്പോഴാണ് നമുക്ക് eigen വാല്യൂസ് കിട്ടുന്നത്. സോ എ മൈനസ് ലാംഡ ഐന്റെ ഡിറ്റർമിനന്റ് ഓഫ് എ മൈനസ് ലാംഡ ഐ. എ എന്ന് പറയുന്നത് ഇതാണ് നമ്മൾ ഗിവൺ മെട്രിക്സ്. നമ്മൾ നേരത്തെ ചെയ്ത പോലെ എ മൈനസ് ലാംഡ ഇൻറ്റു ഐഡന്റിറ്റി മെട്രിക്സ് 3x3 മെട്രിക്സ് ആണ് എടുക്കുന്നത്. സോ നമ്മൾ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ചെയ്തപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും നമ്മുടെ ഡയഗണലിൽ മാത്രം ലാംഡ മൈനസ് ചെയ്ത് കൊടുത്താൽ മതി. സോ ഈ മെട്രിക്സ് അങ്ങനെ തന്നെ വെക്കുക. ഡയഗണൽ ഫസ്റ്റ് എലമെന്റ് 2 മൈനസ് ലാംഡ, ബാക്കിയുള്ള എലമെന്റ്സ് അങ്ങനെ തന്നെ വെക്കാം. -1 സെക്കൻഡ് ഡയഗണലിൽ 4 ആണ്, 4 മൈനസ് ലാംഡ, -1 -1 2 ആൻഡ് 0 മൈനസ് ലാംഡ ഇസ് മൈനസ് ലാംഡ. സോ ഈ ഡിറ്റർമിനന്റ് 0 കൊടുത്താൽ ലാംഡയുടെ പോളിനോമിയൽ കിട്ടും. ഡിറ്റർമിനന്റ് എന്ന് പറയുന്നത് 2 മൈനസ് ലാംഡ ഇൻറ്റു 4 മൈനസ് ലാംഡ ഇൻറ്റു മൈനസ് ലാംഡ മൈനസ് -1 into 2. And next is 0 into matrix 0 into 0. So next is +1 into next determinant -1 into 2 minus -1 into 4 lambda. Sorry, 4 minus lambda. This is 4 minus lambda. This is equal to 0. That is 2 minus lambda into 4 minus lambda into minus lambda. That means -4 lambda plus lambda square minus -1 into 2 is +2 plus -2. This is plus 4. So this is 2 minus lambda into this term is lambda square -4 lambda plus 2 plus again 4 minus 2 is 2 minus lambda equal to 0. So 2 minus lambda is common. 2 minus lambda രണ്ട് ടേമിലും കോമൺ ആയതുകൊണ്ട് നമുക്ക് ഇതിനെ പുറത്തെടുക്കാം. കോമൺ ആയിട്ട് പുറത്തെടുത്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ളത് ലാംഡ സ്ക്വയർ -4 ലാംഡ പ്ലസ് 2 പ്ലസ് ഇവിടുന്ന് 2 മൈനസ് ലാംഡ ഔട്ട് സൈഡ് എടുത്തുകൊണ്ട് ഇവിടെ 1 ഉണ്ടാവും, 0. സോ നമുക്ക് കിട്ടിയിരിക്കുന്നത് 2 മൈനസ് ലാംഡ ഇൻറ്റു lambda square -4 lambda plus 3 equal to 0 now. So either 2 minus lambda equal to 0 or lambda square -4 lambda plus 3 is equal to 0. So ഇത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് lambda is equal to 2 എന്ന് കിട്ടും. സോ ഒരു eigen value 2 ആണ്. Again ഇത് സോൾവ് ചെയ്യാം. lambda square -4 lambda plus 3. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യുന്ന പോലെ ചെയ്യാം. അല്ലെങ്കിൽ -4ഉം +3യും കിട്ടണമെന്നുണ്ടെങ്കിൽ 1ഉം 3യും ആണ്. അപ്പൊ ലാംഡ -4 -3, that means lambda -1 into lambda -3 is equal to 0 എന്ന് ഇതിനെ മാറ്റി എഴുതാം. അതായത് lambda is equal to 1 and lambda is equal to 3. So 2, 1, 3 are eigenvalues of A. So ഇത് മൂന്നുമാണ് എയുടെ eigenvalues. 3x3 മെട്രിക്സ് ആയതുകൊണ്ട് നമുക്ക് 3 eigenvalues കിട്ടും. ഇനി കറസ്പോണ്ടിങ് eigenvectors. ഓരോ eigenvaluesന് കറസ്പോണ്ടിങ് eigenvectors ആണ് കാണേണ്ടത്. Vector corresponding to lambda is equal to 2.
2ന് കറസ്പോണ്ടിങ് ഏഗൻ വെക്ടർ കാണാൻ ഏഗൻ വെക്ടറിന്റെ ഇക്വേഷൻ a മൈനസ് ലാംഡ ഐ എക്സ് ഇസ് ഈക്വൽ ടു 0 എന്നാണ്. സോ എ മൈനസ് ലാംഡ ഐയുടെ മെട്രിക്സ് നമ്മൾ ഓൾറെഡി എഴുതിയിട്ടുണ്ട്. സോ ഈ മെട്രിക്സ് 2 മൈനസ് ലാംഡ 0 1 minus 1 minus 1 4 minus lambda minus 1 2 minus lambda and x is x1 x2 x3 3 by 3 matrix ആണ്. So x1 x2 x3 0 0 0. So നമുക്ക് ഇവിടെ ലാംഡയ്ക്ക് 2 കൊടുത്തു കഴിഞ്ഞാൽ കറസ്പോണ്ടിങ് ഈഗൻ വെക്ടർ കിട്ടും. ലാംഡ 2 കൊടുത്തു കഴിഞ്ഞാൽ ഇത് 0 0 1 minus 1 2 minus 1 minus 1 2 minus 2. So x1 x2 x3 it is equal to 0 0 0. Now this is 0x1 plus 0x2 plus 1 into x3, that is x3 1 into x3 is x3 equal to 0. First equation. Next minus x1 plus 2x2 minus x3 equal to 0. x3 is already 0. x3 0 ആയതുകൊണ്ട് തന്നെ minus x1 plus 2x2 is equal to 0 എന്ന് കിട്ടും. സോ ഇവിടുന്ന് നമുക്ക് കിട്ടുന്നത് minus x1 plus 2x2 minus 2x3 equal to 0 എന്നാണ്. x3 0 ആയി കഴിഞ്ഞാൽ നമുക്ക് again minus x1 plus 2x2 equal to 0 എന്നാണ് കിട്ടുക. സോ ഇവിടെ x1 x2 എന്താണ് സ്പെസിഫിക് വാല്യൂ നമുക്ക് കിട്ടുന്നില്ല. നമുക്ക് ചൂസ് ചെയ്യാം. സോ നമുക്ക് ചൂസ് ചെയ്യാം. ഇവിടെ നമുക്കിപ്പം 2x2 is equal to x1 എന്നാണ് കിട്ടുന്നത്. സോ x2നെ 1 ആയിട്ട് ചൂസ് ചെയ്താൽ നമുക്ക് x1 കിട്ടുന്നത് 2 ആയിരിക്കും. x2 1 ആയിട്ട് ചൂസ് ചെയ്താൽ x1 എന്ന് പറയുന്നത് 2 into 1 2 കിട്ടും. സോ നമ്മുടെ വെക്ടർ ഏഗൻ വെക്ടർ എന്ന് പറയുന്നത് x1 2 ആണ്, x2 1 ആണ്, x3 0 ആണ്. 2 1 0 ആണ് കിട്ടും. ഇനി കറസ്പോണ്ടിങ് ലാംഡ is equal to അടുത്ത ഏഗൻ വാല്യൂന് കറസ്പോണ്ടിങ് വെക്ടർ കാണാം. ഇവിടെ ലാംഡയുടെ വാല്യൂ മാറ്റി കൊടുത്താൽ മതി. ലാംഡ equal to 1ന് കറസ്പോണ്ടിങ് ഏഗൻ വെക്ടർ കാണാം. സോ എ മൈനസ് ലാംഡ ഐ മെട്രിക്സിൽ ലാംഡക്ക് 1 കൊടുക്കാം. 2 minus 1 1 0 1 minus 1 4 minus 1 3 minus 1 minus 1 2 minus 1. Now x1 x2 x3 equal to 0. So ഇനി നമ്മൾ ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ x1 0 x2 0 x2 0 plus x3 equal to 0 എന്ന് കിട്ടും. That means x1 is equal to minus x3 എന്ന് നമുക്ക് ഇവിടുന്ന് കിട്ടും. നെക്സ്റ്റ് minus x1 plus 3x2 minus x3 equal to 0 എന്ന് കിട്ടും. നമുക്കറിയാം x1 plus x3 0 ആണല്ലോ. സോ നമ്മളത് ഇവിടെ കൊടുത്താൽ ഇവിടെ നമുക്ക് 3x2 ഞാൻ ആദ്യം എഴുതി, മൈനസ് കോമൺ ആയിട്ട് എടുത്താൽ ഇവിടെ x1 വരും. ഇവിടെ നിന്ന് മൈനസ് കോമൺ എടുത്താൽ ഇത് പ്ലസ് x3 ആണ്. സോ ഈക്വൽ ടു 0 എന്നാണ് കിട്ടുക. അതായത് 3x2 x1 പ്ലസ് x3 0 ആണെന്ന് ഫസ്റ്റ് ഇക്വേഷൻ കിട്ടിയിട്ടുണ്ട്. സോ 3x2 ഈക്വൽ ടു 0 എന്ന് കിട്ടും. ദാറ്റ് മീൻസ് x2 ഈസ് 0. സോ x2 ഈക്വൽ ടു 0 കിട്ടി. x1 എന്ന് പറയുന്നത് മൈനസ് x3 ആണ്. ഇനി സോൾവ് ചെയ്യാൻ x1 x3 തേർഡ് ഇക്വേഷൻ എടുത്താലും x1 x3ക്ക് നമുക്ക് സോൾവ് ചെയ്യാൻ കിട്ടില്ല. സോ നമുക്ക് x1 x3ക്ക് ചൂസ് ചെയ്ത് കൊടുക്കാം. x1 ഞാൻ 1 ചൂസ് ചെയ്താൽ x3 മൈനസ് 1 ആവും. സോ x3ക്ക് ഞാൻ 1 ചൂസ് ചെയ്താൽ x1 മൈനസ് 1 ആവും. എങ്ങനെ വേണമെങ്കിലും ചൂസ് ചെയ്യാം. x2 ഓൾറെഡി 0 ആണ്. സോ ഞാൻ ചൂസ് ചെയ്യുന്നത് ചൂസ് x1 is equal to ഞാൻ 1 ചൂസ് ചെയ്തു. അപ്പൊ x3 എന്ന് പറയുന്നത് മൈനസ് x1 ആണ്. സോ മൈനസ് 1. x2 already 0 ആണ്. So eigenvector corresponding to 1 is 1 0 minus 1.
സോ 1ന് കറസ്പോണ്ടിങ് ഏഗൻ വെക്ടർ കിട്ടി. ഇനി നമുക്ക് 3ക്ക് കറസ്പോണ്ടിങ് ഏഗൻ വെക്ടർ നോക്കാം. ലാംഡ ഇസ് ഈക്വൽ ടു 3ക്ക് കറസ്പോണ്ടിങ് ഏഗൻ വെക്ടർ. സോ ഇനി അവിടെ ലാംഡക്ക് പകരം 3 ഇട്ട് കൊടുക്കുക എ മൈനസ് ലാംഡ എന്നുള്ള മെട്രിക്സിൽ. സോ ഫസ്റ്റ് എലമെന്റ് 2 മൈനസ് ലാംഡ ആയിരുന്നു. 2 മൈനസ് 3 മൈനസ് 1 ആയി. 0 പിന്നെ 1 പിന്നെ വരുന്നത് -1 -1. നെക്സ്റ്റ് 4 മൈനസ് ലാംഡ ആയിരുന്നു. 4 മൈനസ് 3 1. നെക്സ്റ്റ് -1 again -1. അടുത്തത് 2 പിന്നെ വരുന്നത് മൈനസ് ലാംഡ ആയിരുന്നു. -3. സോ ഇങ്ങനെ വരും. ഇൻറ്റു x1 x2 x3 എന്ന് പറയുന്നത് x1 x2 x3 ഈക്വൽ ടു 0 0 0 എന്ന് കിട്ടും. സോ നമ്മളിത് സോൾവ് ചെയ്താൽ -x1 പ്ലസ് 0x2 പ്ലസ് 1x3 ഈക്വൽ ടു 0 എന്ന് കിട്ടും. സോ ഇത് സോൾവ് ചെയ്താൽ x3 ഈസ് ഈക്വൽ ടു x1 എന്ന് കിട്ടും. സെക്കൻഡ് -x1 പ്ലസ് x2 minus x3 equal to 0. Equation -x1 plus 2x2 minus 3x3 equal to 0 എന്ന് കിട്ടും. So ഇവിടെ നമുക്ക് x3 is equal to x1 ആണെന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിവിടെ എവിടെയെങ്കിലും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ -x1 plus x2 minus x3യും x1ഉം സെയിം ആണ്. So x3 എടുത്ത് x1 ചൂസ് ചെയ്യാം. ഈക്വൽ ടു 0 എന്ന് കിട്ടും. ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ -x1 എന്ന് പറയുന്നത് -2x1 കിട്ടും. പ്ലസ് x2 ഈക്വൽ ടു 0. ആൻഡ് ഇത് വെച്ച് നമ്മൾ സോൾവ് ചെയ്താൽ -x1 പ്ലസ് 2x2 -3 x3 എന്ന് അഗെയിൻ x1 എന്ന് കൊടുക്കാം. ഈക്വൽ ടു 0. So -x1 minus 3x1 is -4x1 plus 2x2 equal to 0. ഒരു 2 നമുക്ക് കോമൺ ആയിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുത്താൽ -2x1 plus x2 equal to 0 എന്ന് തന്നെ കിട്ടും. ഒരു ഇക്വേഷൻ ആണ് കിട്ടുന്നത്. അതായത് x2 is equal to 2x1 എന്ന് കിട്ടും. നമുക്ക് ഇക്വേഷൻ കിട്ടിയത് x3 equal to x1 ഒരു റിലേഷൻ ആണ്. അതുപോലെ തന്നെ x2 is equal to 2x1 ആണ്. സോ നമ്മൾ x1 എന്താണെന്ന് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ x2 കിട്ടും, x3യും കിട്ടും. സോ ഐ ചൂസ് x1 is equal to 1. സോ ഞാൻ x1 എളുപ്പത്തിൽ 1 ചൂസ് ചെയ്തു. സോ എന്ത് വരും? x2 2i, x3യും 1i. x3 x1 ഈക്വൽ ആണ്. സോ എൻ്റെ ഏഗൻ വെക്ടർ കറസ്പോണ്ടിങ് ടു 3 എന്ന് പറയുന്നത് 1 2 1 എന്ന് കിട്ടും. ഇതാണ് 3/3യുടെ ഏഗൻ വെക്ടർ എന്ന് പറയുന്നത്. നമുക്ക് 3 ഏഗൻ വാല്യൂസ് കിട്ടി, കറസ്പോണ്ടിങ് 3 ഏഗൻ വെക്ടേഴ്സ് കിട്ടി. മൂന്നും ലീനിയർലി ഇൻഡിപെൻഡന്റ് ഏഗൻ വെക്ടേഴ്സ് ആയിരിക്കും. ഇനി ഇതിന്റെ മൾട്ടിപ്പിൾസ് എടുത്തു കഴിഞ്ഞാൽ ഡിപെൻഡന്റ് ആയിട്ട് കുറെ വെക്ടേഴ്സ് നമുക്ക് കിട്ടും. ഇൻഡിപെൻഡന്റ് ആയിട്ട് 3 ഏഗൻ വെക്ടേഴ്സ് ആയിരിക്കും ഉണ്ടാവുക. സോ ഇങ്ങനെയാണ് ഏഗൻ വാല്യൂസും ഏഗൻ വെക്ടറും കാണുന്നത്.